ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ NID 2024 എക്സാം അനാലിസിസും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫിനെ പറ്റിയിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ NID 2024 ഈ ഞായറാഴ്ച കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് പങ്കെടുത്ത കുട്ടികളുടെ അഭിപ്രായവും അതുപോലെ തന്നെ മറ്റ് പുറമേ നിന്നുള്ള കുട്ടികളുടെ അഭിപ്രായവും ആണ് നമ്മൾ ഈ ഒരു അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ എക്സാമിനെ പറ്റിയിട്ട് പൊതുവെ പറയുകയാണെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ടഫ്നെസ് ആണ് പൊതുവെ കുട്ടികൾ പറയുന്നത്. എക്സാം പാറ്റേണിൽ MCQ 25, ഡ്രോയിങ് പാർട്ടിൽ 75 സ്കോർ, അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക് 100, ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് എക്സാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പല മോക്ക് എക്സാംസും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാമിൽ വരുമ്പോഴും ഈ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. ഇനി എക്സാമിൻ്റെ ടഫ്നെസ്സിനെ പറ്റി പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 19 ഉണ്ടായിരുന്നു MCQയിൽ. അത് ഈസി ആയിരുന്നു. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രീവിയസ് ഇയർ ഹിസ്റ്ററി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വെച്ച് നിർത്തി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി MCQ ഈസി ആയിരുന്നു. ഡ്രോയിങ് ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പം ഉള്ളതുണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിട്ട് വന്നിട്ടുള്ളത് പ്രോഡക്റ്റ് ഡിസൈൻ മോഡലിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയുക പ്രോഡക്റ്റായിട്ട് ഡെവലപ്മെൻറ്റ് സ്റ്റേജസിനെ പറ്റിയിട്ടുള്ള ഡ്രോയിങ്സ് ആണ് ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓവറോൾ പറയുമ്പോൾ എക്സാം വാസ് ഈസി ടു മോഡറേറ്റ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കട്ട് ഓഫിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ NIDയുടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 മാർക്സ് ആയിരുന്നു. ജനറൽ കാറ്റഗറിയിൽ OBC നോൺ ക്രീമിലെയർ 45, EWS 50, SC 40, SC/ST 40, PWD 40 ആയിരുന്നു. ഇത്തവണ എക്സാം കുറച്ചും കൂടി എളുപ്പമെന്ന് പറഞ്ഞുകൊണ്ട് 50 മുതൽ 55 വരെയുള്ള ഒരു സ്കോറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മോർ അനാലിസിസിന് ശേഷം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.